അദ്ദേഹം സീറോ ആയി പോകുന്നതിന് ഉള്ള അവസരമാണ് ഇപ്പോൾ BJP പ്രവേശനം. സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ആളുകളുടെ വോട്ട് വാങ്ങി വിജയിച്ചതിന് ശേഷം അവരെയെല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് സാബു എം ജേക്കബ് ഇപ്പോൾ BJPയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒന്നാണ്. ഇന്നലെയോ മിനിങ്ങാന്നോ എടുത്ത തീരുമാനമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിൻ്റെ ചർച്ചകൾ BJPയിലെ ദേശീയ നേതൃത്വവുമായി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ആളുകളുടെ വോട്ട് വാങ്ങി വിജയിച്ചതിന് ശേഷം അവരെയെല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് സാബു എം ജേക്കബ് ഇപ്പോൾ BJPയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒന്നാണ്. ജനങ്ങളുടെ താല്പര്യമൊന്നും അദ്ദേഹത്തിന് യാതൊരു വിഷയവുമില്ല. ജനങ്ങളെ ഒരു കിറ്റ് കൊടുത്ത് അവരുടെ വിഷയം പരിഹരിക്കുക, അല്ലെങ്കിൽ ഈ എതിർപ്പുകൾ ഇല്ലാതാക്കാമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വ്യാമോഹിച്ചതുപോലെ ഇക്കുറി ഒരു കിറ്റുമായി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്നും BJP പ്രവേശനത്തിൻ്റെ പേരിൽ അവരെ ആട്ടിപ്പായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ കാണാൻ പോകുന്ന കാര്യമാണ്. ഈ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ, അല്ലെങ്കിൽ ജനങ്ങളെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ പാവങ്ങളെ പറ്റിക്കുന്നത് കുറച്ച് പച്ചക്കറിയും കുറച്ച് കറി പൗഡറും കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഈ പാവങ്ങളെ വീണ്ടും തരും എന്ന് പ്രലോഭിക്കുകയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ കിറ്റുകളിലും ഒരു നോട്ടീസ് ഇട്ടിരുന്നത്. എന്താണ് നോട്ടീസ്? ആ നോട്ടീസിൽ പറഞ്ഞിരുന്നത് ഡിസംബർ 20 വീണ്ടും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറക്കും, നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ സാധനങ്ങൾ അവിടുന്ന് വാങ്ങാൻ കഴിയും. പക്ഷേ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് റസീന പരീത് പറഞ്ഞ പോലെ തുറന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ട ഒരു അത്യാവശ്യ സാധനവും ഇല്ല. കുറച്ച് തക്കാളിയും പച്ചമുളകും വഴുതനങ്ങയും ഒക്കെയാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത്.